ഇന്നിപ്പോ BPCL ആണ് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയുള്ള പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുത്തിട്ടുള്ളത് BPCLന്റെ CSR ഫണ്ടാണ്, കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചോദ്യം കൂടി, അതായത് നമ്മുടെ ക്ഷേത്ര നഗരി അല്ലെങ്കിൽ രാജനഗരി എന്നൊക്കെ അറിയാണ് ഈ തൃപ്പൂണിത്തുറ അറിയപ്പെടുന്നത്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കാരണം തൃപ്പൂണിത്തുറ ഇതുപോലെയല്ല, ഈ തവണ എന്തായാലും BJP പിടിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് എന്നാണ് മൊത്തത്തിൽ ഒരു പ്രതീതിയുള്ളത്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഇപ്പോൾ തൃപ്പൂണിത്തുറയെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള ചോദിച്ചത് നന്നായി. ഇപ്പോൾ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയൊക്കെ ഇപ്പോഴാണ് ചർച്ചയായത്. വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണത്രയീശന്റെ എന്താ പറയുക കോലത്തിൽ നിന്ന് അതടിച്ചുകൊണ്ട് പോയ ആളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. 2-3 വിജിലൻസ് കേസുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു സ്ഥലത്തും ഒരു തലത്തിലും അതിന്റെ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ കാലങ്ങളായിട്ട് തൃപ്പൂണിത്തുറയെ കുറിച്ച് നമുക്കറിയാം. അത്തച്ചമയത്തിന് പേര് കേട്ടിട്ടുള്ള കൊച്ചി രാജാവിന്റെ അനുയായികളും കൊട്ടാരവും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു ക്ഷേത്രം, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്ര നഗരിയാണ്. വിശ്വാസികളുടെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്തമാണ് ആ ക്ഷേത്രനഗരം അതുപോലെ നിലനിർത്തേണ്ടത് എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ കൊച്ചി രാജാവ് നിർമ്മിച്ചതല്ലാതെ റോഡോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. യാതൊരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭ വളരെ എന്താ പറയുന്ന മേനി നടിച്ചുകൊണ്ട് പറഞ്ഞതാണ് അവിടെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ, ഫ്ലാറ്റ് അവിടെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്ത് ഫ്ലാറ്റ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്? ഷോപ്പിംഗ് മാൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ആ 2 ഷോപ്പിംഗ് മാളും പൂട്ടിയിട്ടിരിക്കുകയാണ്. 2 ഷോപ്പിംഗ് മാളും ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇന്നിപ്പോ അതിന്റെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ, ഏത് ടെസ്റ്റ് വഴിയാണ് തെളിയിക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഇത് കൊച്ചിൻ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച്, നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 2 കെട്ടിട സമുച്ചയങ്ങൾ ആർക്കും കൊടുക്കാൻ സാധിക്കാതെ ഒരു സ്മാരക മന്ദിരമായിട്ട് ഇവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതാണോ ഈ തൃപ്പൂണിത്തുറ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പദ്ധതികൾ? അവിടെ തൃപ്പൂണിത്തുറ നഗരവാസികൾക്ക് വേണ്ടി അവർക്ക് മാത്രമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, അത് ഏറെക്കാലമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ പറയുകയാണ്, അവർ തൃപ്പൂണിത്തുറക്ക് മാത്രമായിട്ടുള്ളൊരു മാലിന്യ സംസ്കരണ യൂണിറ്റ് തൃപ്പൂണിത്തുറക്ക് വേണ്ടി ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം, പൂജ ക്രിക്കറ്റ് ക്ലബ്ബ് ഉൾപ്പെടെ നിരവധി ക്രിക്കറ്റ് ക്ലബ്ബുകൾ, അതായത് തൃപ്പൂണിത്തുറ ഏറ്റവും വലിയ പ്രത്യേകത അതായത് എന്താ പറയുക, ബാല്യകാലം മുതൽ 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധതയിലേക്ക് എത്തുന്ന ആളുകൾ പോലും ഒരേ സമയം ക്രിക്കറ്റ് കളിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ എങ്ങും കാണാൻ സാധിക്കും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോലും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോലും, പക്ഷേ തൃപ്പൂണിത്തുറയിൽ നമുക്കത് കാണാം. പക്ഷെ അവർക്ക് കളിക്കാൻ എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് ഒരു നല്ലൊരു കളിസ്ഥലം ഇന്ന് തൃപ്പൂണിത്തുറയ്ക്ക് ഒരു കിട്ടിയിട്ടില്ലെന്നും. അപ്പോൾ ഇങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ ഏത് റോഡാ നന്നായിട്ട് എന്താ പറയുക 50 വർഷങ്ങൾക്കപ്പുറം നിർമ്മിച്ചതല്ലാതെ പുതിയതായിട്ട് ഏത് റോഡാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഇന്നും വെള്ളക്കെട്ട് കൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന ആളുകളല്ലേ, കുടിവെള്ളക്ഷാമം. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമഗ്രമായിട്ടുള്ള വികസനം, തൃപ്പൂണിത്തുറയുടെ സമഗ്രമായിട്ടുള്ള ആ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള, അത്തച്ചമയത്തിന് പേര് കേട്ടിട്ടുള്ള പൂർണ്ണത്രയീശന്റെ പുണ്യഭൂമിയായിട്ടുള്ള ആ ക്ഷേത്ര നഗരിയുടെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളവിടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങളവിടെ ഒരു ചെറിയൊരു കോൺക്ലേവ് നടത്തിയിരുന്നു. ആ കോൺക്ലേവിൽ നിന്ന് അവിടുത്തെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തന മാനിഫെസ്റ്റോ ഞങ്ങൾ അടുത്ത ദിവസം കൂടെ റിലീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തുറയെ കുറിച്ച് കാണുന്നത്. മറ്റൊന്ന്, തൃപ്പൂണിത്തുറയെ ഭരിച്ച 2 ആളുകളും 2 പാർട്ടിയുടെ ആളുകളും ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അമ്മാതിരി ദ്രോഹമാണ്. അതായത് ഇത്രയും ഫണ്ട്, എനിക്ക് തോന്നുന്നു ഫണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, അവിടുത്തെ സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധിക്കുമ്പോൾ ഫണ്ട് അവിടെ മിച്ചം വന്ന മുനിസിപ്പാലിറ്റിയാണ്. സാധാരണ രീതിയിൽ കോർപ്പറേഷനിൽ പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടിൽ, നികുതി ഇനത്തിൽ കിട്ടുന്ന ഫണ്ട് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേഷന് ആസ്തി ഇല്ല എങ്കിൽ, ആസ്തി ഇല്ലാത്തത് കൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്ന്. പക്ഷെ അതല്ല, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിക്ക് അധികമായിട്ട് ധനം ഉണ്ട്, സമ്പത്തുണ്ട്. പക്ഷെ അത് ചെലവാക്കാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം ചെലവാക്കി കഴിഞ്ഞാൽ, കാരണം ഇതൊരു കറക്ക് കമ്പനിയാണല്ലോ, കുറച്ചു കാലം ഞാൻ ഭരിച്ചു, കുറച്ചു കാലം നീ ഭരിക്കും എന്നൊരു കറക്ക് കമ്പനി ആകുമ്പോൾ അതിന്റെ പലിശയും അല്ലെങ്കിൽ ബാങ്കിലിട്ട് കിട്ടുന്ന ചില സുഖവും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ തൃപ്പൂണിത്തുറയിലെ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളിത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുക അടുത്ത ദിവസം. അവിടെ മിച്ചമായിട്ട് മുനിസിപ്പാലിറ്റി കൈവശം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടിരിക്കുന്ന തുക എത്ര, ആ തുക കൊണ്ട് എന്തൊക്കെ പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിരുന്നു, എന്തൊക്കെ സ്വപ്ന പദ്ധതികൾ നമുക്ക് പൂവണിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നതിന്റെ ശരിയായ രീതിയിലൊരു വികസന രേഖ ഞങ്ങളവിടെ പുറപ്പെടുവിക്കാൻ വേണ്ടി പോവുകയാണ്. ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ അമ്പലവുമായി ബന്ധപ്പെട്ട് അവിടെ ഭക്തജനങ്ങളെ ബൗൺസർമാരെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഇന്നത് കോടതിയിലെത്തിയപ്പോൾ കോടതി ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ആ തരത്തിലൊരു കാര്യവും ആവർത്തിക്കരുത് എന്ന് ദേവസ്വം ബോർഡിനോട് ശക്തമായ നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ BJP ആ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമൊക്കെ ഉയർത്തിയതാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഇപ്പോൾ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ മാത്രമല്ല ആരാധനാലയം എന്ന് പറയുന്നത്, മഠങ്ങളൊക്കെ ഉണ്ട്. ഈ ആരാധനാലയങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഇതുപോലെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരു വ്യവസായ കേന്ദ്രമായിട്ടാണ് ഈ സർക്കാർ കാണുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് ഈ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവർ പറയുന്ന മതമില്ലാത്ത പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഇതെല്ലാം എന്താ ഭൗതികവാദമാണ് അവരുടെ തത്വശാസ്ത്രം എന്നല്ല അവർ പറയുന്നത്. അപ്പോൾ ഭൗതികവാദം എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിക്കാനും സാധിക്കാത്തത്, കാണാൻ സാധിക്കാത്തത്, ടേസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണല്ലോ ഭൗതികവാദം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ മതവെറിയന്മാരും വർഗീയവാദികളുമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇതെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം ഒരു വ്യവസായ സ്ഥാപനങ്ങളാണ് എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ നിലപാടല്ല, അവർ കാലങ്ങളായിട്ട് പറയുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഹൈന്ദവർ അമ്പലങ്ങളിൽ പോകുന്നത്, സ്ത്രീകൾ പോകുന്നത് നമ്പൂതിരിമാരുടെ വസ്ത്രം അളക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതൊക്കെ അവരുടെ വിവാദമായ വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ സ്വീകരിച്ച നിലപാട് ഒരു ഗുണ്ടകളെ വെച്ചുകൊണ്ട്, ബൗൺസർ എന്ന് പറയുന്നത് കുറച്ച് പരിഷ്കരിച്ച വേടാണ് എനിക്ക് തോന്നുന്നത്. ബൗൺസർ എന്ന് പറയുന്നത് ബാറുകളിലൊക്കെയാണ് വലിയ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് നല്ല മസിൽ വീർപ്പിച്ചുകൊണ്ട് ബൗൺസർമാർ എന്ന് പറയുന്നത്, അത് പരിഷ്കരിച്ച വേടാണ്. ഇത് ഗുണ്ടകളാണ്. പാർട്ടി ഗുണ്ടകളെ വെച്ചുകൊണ്ട് ഭക്തന്മാരെ നേരിടാൻ വേണ്ടി തയ്യാറായാൽ, ഭക്തന്മാർ എല്ലാവരും ഈ പറയുന്നതോട് പൂണിലിട്ട ആളുകൾ മാത്രമല്ല, ഈ അതിൽ അവിടെ സവർണനെന്നോ അവർണനെന്നോ ജാതി കീഴ്ജാതിയെന്നോ മേൽജാതിയെന്നോ ഹിന്ദുവെന്നോ അതിൽ മറ്റു ജാതികളെന്നോ ഉണ്ടാവില്ല. ഈ ഹിന്ദുക്കൾ ഉണർന്നാൽ ഈ ഗുണ്ടായുസത്തിനെതിരായിട്ട് ഇവന്മാരുടെ ഈ പറയുന്ന പോക്രിത്തത്തിനെതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ വലിയൊരു കൊടുങ്കാറ്റായിട്ട് അത് മാറും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും BJP അതിൽ നിന്ന് മാറി നിൽക്കില്ല. ആ പ്രക്ഷോഭം, അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ നിർണായകത്വം വഹിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവുന്ന യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ നമ്മൾ അതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ശബരിമലയിൽ ആചാരങ്ങൾ ഏത് വിധേനയും അട്ടിമറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണകൂടം മുന്നോട്ട് വന്നപ്പോൾ സുപ്രീം കോടതിയുടെ മറപിടിച്ചുകൊണ്ട്, ആ ഒരു പേപ്പറിന്റെ മറപിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അഭിസാരികമാരെ, ഇപ്പോഴത്തെ മനീതി സംഘവും മറ്റേ ബിന്ദു അമ്മയെ പോലുള്ള ആളുകളൊക്കെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചത്. വാസവും മറ്റേ പത്മനാഭനും അകത്താണിപ്പോൾ. അന്ന് ആദ്യം സമരം നയിച്ചത് BJP ഒന്നും ആയിരുന്നില്ല. ആദ്യം സമരം നയിച്ചത് സ്വാമി അയ്യപ്പോ. സമരമായിരുന്നില്ല, ശരണം വിളിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായിരുന്നു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ BJPക്ക് അതിന്റെ മുന്നണി പോരാളികളായി നിന്നുകൊണ്ട് പോരാടിയത് ഞങ്ങളായിരുന്നു, BJP ആയിരുന്നു. BJPയുടെ എത്രയോ നേതാക്കന്മാർ, K. സുരേന്ദ്രൻ, അന്നേ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്രയോ ദിവസം ജയിലുകൾക്കുള്ളിലായിട്ടുള്ളത് ഈ സംഭവത്തിന്റെ പറയിൽ ആ സംഭവത്തിന്റെ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തെ ഏതിനെയും അടിച്ചമർത്താം, ഞങ്ങളുടെ പ്രഖ്യാപനം ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ അതായിരിക്കണം അവരുടെ നിലപാട്. അവർ പറയുന്നത് പോലെ മതത്തെ എതിർത്തുകൊണ്ടുള്ള, പണ്ട് പറയുന്നത് പോലെ ഈ പപ്പടം ചുടുന്ന എണ്ണ കൊണ്ട് ഒരു വീട്ടിൽ എന്താ പറയുക, അമ്പലത്തിൽ കത്തിക്കുന്ന എണ്ണ കൊണ്ട് പാവപ്പെട്ടവർ പപ്പടം ചുടാന്നൊക്കെ പണ്ട് പ്രഖ്യാപിക്കുന്നത് പോലെ അതായിരിക്കും അവരുടെ നിലപാട്. പക്ഷെ അതൊന്നും അല്ല നിലപാട്. ഇത്രയും വലിയ മതവെറിയന്മാര്, മതഭ്രാന്തന്മാര്, ഇത്രയും വലിയ ഫാസിസ്റ്റുകൾ ഈ കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ വേറെ എവിടെ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഇപ്പൊ മുസ്ലിം ഭീകരതയ്ക്ക് വേണ്ടി, മുസ്ലിം വോട്ടിന് വേണ്ടി ഇമാതിരിയുള്ള ഈ പോക്രതകൾ കാണിക്കുമ്പോൾ ഇത് ഹൈന്ദവരായിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്ക് അത് കണ്ണടച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ സാധിക്കുമോ? വേറെ ഏതെങ്കിലും മതത്തിന്റെ കാര്യമാണെങ്കിൽ അവർക്കത് എന്താ പറയുന്ന ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ വഖഫിന്റെ വിഷയം, മുൻപത്തെ വിഷയത്തിൽ ഇന്നും സുപ്രീം കോടതി പോലും ശരിവെച്ചു. ഇപ്പോൾ വഖഫ് നിയമം, വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഭൂമിയിൽ കരമടക്കുവാനുള്ള സ്വാതന്ത്ര്യം സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വന്ന ആ ഡിസിഷനിലും അത് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പോലും അത് വഖഫ് ഭൂമിയാണെന്ന് പോലും പറയാനുള്ള തന്റെ ഇടം ബഹുമാനപ്പെട്ട P. രാജീവ് മന്ത്രിക്കും രാജൻ മന്ത്രിക്കും നാരങ്ങനീര് കൊടുക്കുമ്പോൾ പോലും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചു. നാരങ്ങനീര് കൊടുക്കുമ്പോൾ പോലും അത് വഖഫ് ഭൂമി അല്ല, ഇത് നിങ്ങളുടെ ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. കളമശ്ശേരിയിലെ നമുക്കറിയാം ഒരു കന്യാസ്ത്രീമാര് 5 പേരാണ് എന്നും ആ കന്യാസ്ത്രീമഠത്തിൽ നിൽക്കുന്നത്. അവിടെ ഒരുപറ്റം ആളുകൾ, പ്രത്യേകം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ കന്യാസ്ത്രീമാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, കുടിവെള്ള സ്വാതന്ത്ര്യം, ലൈറ്റ് എല്ലാം ഇല്ലാണ്ടാക്കിയിട്ടും ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്നില്ല. സെന്റ് റീത്ത സ്കൂളിൽ ഇതേ സംഭവമല്ലേ? സെന്റ് റീത്ത സ്കൂളില് ഒരു കുട്ടി ഒരു മത ചിഹ്നം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നു. സാധാരണ ഒരു സ്കൂളിൽ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അവരുടെ ഇതിനെല്ലാം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ശിവൻകുട്ടിക്ക് പോലും, വിദ്യാഭ്യാസ മന്ത്രി പോലും പറഞ്ഞത് അത് ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. സ്കൂളിന്റെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആ കുട്ടികൾ യൂണിഫോം എന്ന് പറയുന്നത് എന്താ, സമ്പന്നനും ഇല്ലാത്തവനും അവന്റെ മക്കളും ഒക്കെ ഒരേപോലെ, അവർക്ക് കുട്ടികളുടെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ചിന്താഗതി പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ശിവൻകുട്ടി പറഞ്ഞത് ആ മുസ്ലിം കുട്ടി ആയതുകൊണ്ട് അവിടെ ഹിജാബ് ധരിക്കാം എന്ന് പ്രഖ്യാപിച്ചതും ഈ മതവെറിയന്മാരാണ്. അപ്പോൾ ഇത്രയും വലിയ മതഭ്രാന്തന്മാർ എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു സ്ഥലത്തും കാണാൻ വേണ്ടി സാധിക്കില്ല. വെറും ഫാസിസ്റ്റുകളാണ്. എന്തായാലും ഈ
താങ്കൾ ചോദിച്ചതുപോലെ ഈ ഗുണ്ടകളെ വെച്ചുകൊണ്ട് വിശ്വാസത്തെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അതിൻ്റെ അകത്ത് ജീവനക്കാരെ കയറ്റിയിരിക്കുന്നത് ചില ഒന്നും അറിയാൻ പാടാത്ത ഈ പറയുന്ന ആളുകളെ ആണ് പാർട്ടിക്കാരെയാണ് കയറ്റിയിരിക്കുന്നത്. ജനങ്ങൾ ഇതൊന്നും വെറുതെ വിടുന്ന തോന്നുന്നില്ല. ജനങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആളുകൾ എന്താ പറയുന്ന ഗുരുവായൂരപ്പനെ വിളിക്കാനും വേണ്ടിയും എറാളത്തപ്പനെ വിളിക്കാനും വേണ്ടി പൂർണ്ണത്രയീശ ഓം ഹരി ഓം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്കെതിരായിട്ടുള്ള അടങ്ങാത്ത രോഷവുമായി നിൽക്കുകയാണ്. വളരെ സമാധാനപ്രിയരാണ്. കാരണം 33 കോടി ദേവകഥകളെ പൂജിക്കാം, ആരാധിക്കാം, പുല്ലിലും പൂവിലും പുഴുവിലും പാമ്പിലും തുരുമ്പിലും ദൈവത്തെ കാണാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണത്. അത് ഇവരുടെ ഒരു എന്താ പറയുന്ന ഇവരുടെ ബൗൺസർമാരുടെ മസല് കണ്ടിട്ടൊന്നുമല്ല, ഇവരുടെ ആചാരങ്ങൾ ഇതായതുകൊണ്ടാണ്, അനുഷ്ഠാനങ്ങൾ ഇതായതുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും BJP വളരെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എറണാകുളം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.